Hi students, Appleby Academy മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ജൂൺ 2025 നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ഏരിയയുടെയും പ്രാധാന്യം മനസ്സിലാക്കി ഈ ഏരിയയിൽ നിന്ന് ഏത് തരത്തിലാണ് ക്വസ്റ്റൻ വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ധാരാളം ഏരിയാസുകൾ പഠിക്കാനുണ്ട്. സോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹൈപ്പോത്തിസിസ്. സോ ഹൈപ്പോത്തിസിസ് എന്നുള്ള ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇവിടുന്ന് ഏതൊക്കെ തരത്തിലാണ് എന്നോട് ക്വസ്റ്റൻസ് ചോദിക്കാൻ, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ അനാലിസിസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു അനാലിസിസിൻ്റെ ബേസിൽ മാത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ടിലേക്ക് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ എത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾബി അക്കാഡമി ഫ്രീ ആയിട്ട് ചില ലൈവ് സെഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഈ ഒരു ലൈവ് സെഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ പ്രധാനപ്പെട്ട ചില ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു ലൈവ് ത്രൂ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസുകളെ അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഈ ലൈവിൽ കൂടി ലഭിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഏതായാലും ജൂൺ 2025 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് 2 എറർ ഒക്കേഴ്സ് വെൻ. അപ്പോൾ ടൈപ്പ് 2 എറർ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സോ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. എന്താണ് ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ പറയും ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ നടത്താൻ പോകുന്ന പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാകാം, ശരിയായേക്കാം എന്നുള്ളത് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്നില്ല അല്ലേ, നമ്മളൊരു ചാൻസസ് ആണ് പറയുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അറ്റ് ദ എൻഡ് നമ്മൾ ഒന്നുകിൽ ആ ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് വരാം, ഓർ അറ്റ് ദ എൻഡ് നമുക്കത് തെറ്റാണെന്നുള്ളൊരു കൺക്ലൂഷനിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു സപ്പോസിഷൻ ആണ് ദാറ്റ് ഓർ എക്സ്പ്ലനേഷൻ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലിമിറ്റഡ് എവിഡൻസ് ആസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് പരിമിതമായിരിക്കും. നമ്മൾ ഈ റിസർച്ച് നടത്തി അത് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു ഫൈനൽ എന്താ പറയുക, ഒരു വേർഡ് പറയാനായിട്ട് സാധിക്കുന്നത് അല്ലേ, ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സോ അതിന് മുമ്പ് നമുക്ക് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നമ്മുടെ റിസർച്ച് ത്രൂ ടെസ്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഹൈപ്പോത്തിസിസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, നൾ ഹൈപ്പോത്തിസിസ് എന്നും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നും. നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ്. നൾ എന്നുള്ള ഒരു പേരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോ റിലേഷൻഷിപ്പ്. നൾ ഹൈപ്പോത്തിസിസിൽ എപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേരിയബിൾസ് തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത്. നേരെ മറിച്ച് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും പറയുക, ഈ വേരിയബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടെന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പറയുക. ഓക്കെ, സോ നൾ മീൻസ് നോ റിലേഷൻ, ഓൾട്ടർനേറ്റീവ് പറയുന്നത് റിലേഷൻ ഉണ്ടെന്നുള്ളതാണ്. സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. സോ ഇവിടെ ഓൾട്ടർനേറ്റീവ് ആൻഡ് നൾ ഹൈപ്പോത്തിസിസ് നിങ്ങൾക്ക് കാണാം. സോ നൾ ഹൈപ്പോത്തിസിസിൽ നോക്കിക്കേ HO എന്നാണ് ഇത് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ ആപ്ലിക്കേഷൻ ഓഫ് ബയോ ഫെർട്ടിലൈസർ എക്സ് ഡു നോട്ട് ഇൻക്രീസ് പ്ലാന്റ് ഗ്രോത്ത്. അപ്പൊ എന്താ H0 എന്ന് പറഞ്ഞ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബയോ ഫെർട്ടിലൈസർ, ഏതോ ഒരു ബയോ ഫെർട്ടിലൈസർ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ബയോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതായത് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ റിലേഷൻ അല്ലേ. സോ നൾ ഹൈപ്പോത്തിസിസ് ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നേരെ മറിച്ച് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിലേക്ക് നോക്കി, ആപ്ലിക്കേഷൻ ഓഫ് ബയോ ഫെർട്ടിലൈസർ എക്സ് ഇൻക്രീസസ് പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിനെ അവിടെ പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ റിലേഷൻഷിപ്പ്, അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സോ നോ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ദാറ്റ് ഇസ് നൾ ഹൈപ്പോത്തിസിസ്. റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് നമ്മളെപ്പോഴും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമ്മളോട് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആക്ച്വലി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ നമുക്ക് വരുന്ന എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മളൊരു ജനറൽ കണ്ടീഷൻ എടുത്താൽ നോക്കിക്കേ, ഇഫ് നൾ ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ, നൾ ഹൈപ്പോത്തിസിസ് ശരിയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്തു ഫൈനലി നമ്മൾ മനസ്സിലാക്കുകയാണ് നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ്. സോ ശരിക്കും നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ എന്താ, നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യണം. അതാണ് ശരിയായ ഡിസിഷൻ. ഓക്കെ,
നൾ ഹൈപ്പോത്തിസിസ് ശരിയാണെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുകയും വേണം. ബട്ട് ശരിയായിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തിസിസിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ശരിയായിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 1 എറർ. ഓക്കെ, ആൻഡ് ഇനി തെറ്റായിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തിസിസ്, നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? അതിനെ റിജക്റ്റ് ചെയ്യണം. പക്ഷെ തെറ്റായിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവിടെ എറർ വരും. ആ എററിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടൈപ്പ് 2 എറർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ശരിയായിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എറർ എന്നും, തെറ്റായിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 2 എറർ എന്നും വിളിക്കും. സോ ഇത്തവണ ടൈപ്പ് 1 എറർ ആണ് ചോദിച്ചത്. മേ ബി നെക്സ്റ്റ് ടൈം അവർക്ക് ടൈപ്പ് 2 എറർ ചോദിക്കാം. ഈ ഒരു ഏരിയയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിസർച്ച് പേപ്പർ 1-ൽ റിസർച്ചിലും നിങ്ങൾക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും എറേഴ്സുകളും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ആ 2 ഏരിയയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേപ്പർ 1-ലും സ്കോർ ചെയ്യാൻ സാധിക്കും, പേപ്പർ 2-ലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കാം. സോ ടൈപ്പ് 1 എറർ ഓൾസോ നോൺ ആസ് ഫാൾസ് പോസിറ്റീവ്, അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. ഫാൾസ് പോസിറ്റീവ് ഇസ് എ എറർ ഓഫ് റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തിസിസ് when it is actually true. അത് ശരിയായിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തിസിസ് ആണ്, നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും? ടൈപ്പ് 1 എറർ എന്ന് വിളിക്കും, അഥവാ ഫാൾസ് പോസിറ്റീവ് എന്ന് വിളിക്കും. അപ്പോൾ ടൈപ്പ് 2 എററിന്റെ മറ്റൊരു പേര് എന്തായിരിക്കും? ഫാൾസ് നെഗറ്റീവ്, റൈറ്റ്? So type 2 error, also known as false negative, is the error of not rejecting a null hypothesis when the null hypothesis is actually false. അതായത് നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണ്, എന്നിട്ട് നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, റിജക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യു ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. അതും എററാണ്, അതിനെ നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയും. സോ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. പേപ്പർ 1-ലും നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം, പേപ്പർ 2-ലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, ടൈപ്പ് 2 എറേഴ്സ് ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് ടൈപ്പ് 2 എറർ ഉണ്ടാകുന്നത്? നൾ ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ ആൻഡ് ഈസ് അക്സെപ്റ്റഡ്. നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എററിൻ്റെ ആവശ്യമില്ല, അത് ശരിയായിട്ടുള്ള ഡിസിഷനാണ്. നൾ ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ ആൻഡ് റിജക്റ്റഡ്. ശരിയായിട്ടുള്ള നൾ ഹൈപ്പോത്തിസിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു, അതോ അത് തെറ്റാണ് അല്ലേ? ശരിയായിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി എറർ. പക്ഷേ ഇത് ഏത് എററാ? ടൈപ്പ് 1 എററാണ്. ആൻഡ് ഓപ്ഷൻ സി, നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഫാൾസ് ആൻഡ് അക്സെപ്റ്റഡ്. തെറ്റായിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, തെറ്റാണ് ബട്ട് അക്സെപ്റ്റ് ചെയ്തു, അത് ഏത് എററാ? ടൈപ്പ് 2 എറർ. സോ ദിസ് ഇസ് ടൈപ്പ് 1 ആൻഡ് ദിസ് ഇസ് ടൈപ്പ് 2. ആൻഡ് ഫൈനലി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഈസ് ഫാൾസ് ആൻഡ് റിജക്റ്റഡ്. അപ്പം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് തെറ്റാണ്, എന്നിട്ട് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്തു, ദാറ്റ് ഇസ് കറക്റ്റ്. തെറ്റായിട്ടുള്ള അതിനെ റിജക്റ്റ് ആണ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി, നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഫാൾസ് ആൻഡ് അക്സെപ്റ്റഡ്. തെറ്റായിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അതാണ് ടൈപ്പ് 2 എറർ. ശരിയായിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ടൈപ്പ് 1 എറർ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ ഏരിയ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി 2 തരത്തിലുള്ള ഗുണമുണ്ട്. പേപ്പർ 1-ലും നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാം, പേപ്പർ 2 നമ്മുടെ സബ്ജക്ട് മാനേജ്മെന്റിലും നമുക്കിത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.